അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, അപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും മറ്റുള്ളവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളിലും എല്ലാം അത് മറ്റുള്ള ഒരു മതത്തെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് പിന്തുടരുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അതിലൊരു സമാധാനം കണ്ടെത്തുന്നതിൽ ഒരു തെറ്റുകൊണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്തവർക്ക് അത് വേണ്ട. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റമദാൻ മാസമാണ്, അതായത് നോമ്പ് നോക്കുന്ന സമയമാണ്. ഇപ്പൊ ഇനി ഒരു 30 ദിവസത്തേക്ക് എല്ലാ ഇസ്ലാം മതവിശ്വാസികളും ഈ നോയമ്പ് പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അത് അന്യമതസ്ഥരും പിടിക്കും, ഇസ്ലാം മതം ഉള്ളവർ മാത്രമല്ല അന്യമതത്തിലുള്ളവരും പിടിക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് പിടിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. ഇപ്പം ഓരോരുത്തർ പിടിക്കുന്നത് ചിലപ്പോൾ ഇതിന്റെ വിശ്വാസം കൊണ്ടായിരിക്കാം. ചിലവർ പിടിക്കുന്നത് ഒരു ഫാസ്റ്റിംഗ് നല്ലതാണല്ലോ, നമ്മുടെ ബോഡിക്കൊക്കെ നല്ലതാണ്. കാര്യം ഈ വർഷത്തിൽ ഇത്രയും വർഷം നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു റിലാക്സേഷനും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാള് ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നത് നല്ലതാണ്. കാര്യം വൈകുന്നേരം കഴിക്കാം. ഇസ്ലാം മത വിശ്വാസത്തിൽ എന്ന് പറയുന്ന വെളുപ്പിനെ 5 മണിക്ക് സുബഹി ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കുണ്ട്. ആ ബാങ്ക് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു മഗ്രിബ് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണി, വെളുപ്പിന് ഒരു 5 മണി, ഏകദേശം ആ ഒരു ടൈമാണ് മുതല് 6 മണി, വൈകുന്നേരം 6 മണി വരെയാണ് നോമ്പ് പിടിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ല. സാധാരണ നോമ്പ് പോലെയല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാധാരണ നോമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്രിസ്ത്യൻസിന്റെ ആണെങ്കിലും അതുപോലെ ഹിന്ദുക്കളുടെ ആണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 1 ടൈം കഴിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ്. വെള്ളമൊക്കെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് നമുക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. 6:30 ആ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വെള്ളവും എന്താണേലും കഴിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ലെന്നോ അങ്ങനെയൊന്നുമില്ല, എന്ത് വേണേലും കഴിക്കാം. അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒക്കെ ഈ നോമ്പ് എടുക്കുന്നവരുണ്ട് കേട്ടോ, ഒത്തിരി പേര് എടുക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് എന്ന്, ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ഉണ്ട്. അപ്പൊ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർമാരിലെ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി, അപ്പൊ എന്തായാലും എന്താണ് പ്രവീണിനെ കുറിച്ച് പറയാനുള്ളതെന്ന് പ്രവീൺ തന്നെ പറയട്ടെ. എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കാം. 5:14 ഇപ്പം നമ്മൾ ഇന്നിട്ട് പിച്ച് ലേറ്റ് ആയി ആദ്യം വിചാരിച്ച് 5:26 കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു. ആ ടൈം തൊട്ട് 6:30 വരെ കഴിക്കാം. അതൊന്നും സുഖമായി പോയല്ലേ, അങ്ങനൊന്നും കഴിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയുള്ള ഒരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്റെ ബ്രദറൊക്കെ എന്റെ ഫ്രണ്ട് ആണ് കഴിച്ചതുണ്ട്. അതിനകത്ത് ഒരു പേര് പറയല്ലോ, ദൈവത്തിന് റംദാൻ മാസത്തില് ഈ ആദ്യത്തെ നോയമ്പ് ഞാൻ പിടിക്കുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് റമദാൻ മാസത്തില് നാളത്തെ നോമ്പില് ഞാൻ പിടിച്ചു വരും. അപ്പൊ എന്തായാലും കണ്ടില്ലേ, അവര് നോമ്പ് പിടിക്കാനായിട്ട് തീരുമാനിക്കുന്നതാണ്. അപ്പൊ പ്രവീണിന്റെ ഒരു ഫ്രണ്ട് മുസ്ലിമാണ്. ആ പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിയ്യത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് പിടിക്കുന്നതിന് മുന്നേ തലേ ദിവസം നമ്മൾ അങ്ങനെ ഒരു കരുതല് നമ്മൾ ഇങ്ങനെ നിയ്യത്ത് ചെയ്യണം. എന്താ നാളത്തേക്ക് നമ്മൾ നോമ്പ് നോക്കുവാണെന്നുള്ള ഒരു ഇതുണ്ട്. അത് ഒരു പ്രാർത്ഥന, അത് പറയണം. പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പൊ അതെല്ലാം ഇവർ രണ്ടുപേരും അത് പറയുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഒരു 10 കിലോമീറ്റർ ഇല്ല നമ്മളിവിടുന്ന് പഞ്ഞാറമൂട്. സിനിമ സ്റ്റൈലല്ലേ? ഓ, ഇത് ഇപ്പോഴത്തെ സിനിമയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടോ? സിനിമയായിട്ട് കാണാൻ ബോധമില്ലാത്ത പൊട്ടന്മാരാ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓരോരുത്തരും മെന്റാലിറ്റി അല്ലേ. ഇപ്പൊ സിനിമയായിട്ട് കാണാൻ ഇപ്പൊ ഒരു സിനിമ മാർക്കോ ഇറങ്ങി, ആ മാർക്കോയിൽ എഴുതി വെച്ചിട്ടുണ്ട് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ അത് കാണാവൂ. അതിനുള്ള കീഴിലുള്ളവർ കാണരുത്. അങ്ങനെ കീഴിലുള്ളവർ കാണാതെ. അപ്പൊ ഇതിനകത്ത് പ്രവീൺ പറയുന്ന ഒരു സാമൂഹിക വിഷയമാണ്. ഇപ്പൊ വെഞ്ഞാറമൂട് കൂട്ടക്കൊല നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യമാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ ഇപ്പൊ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ പോലുള്ള ഒരു സിനിമ ഇനി എടുക്കത്തില്ലെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. നിർമ്മാതാവ് അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു ന്യൂസ് ഒക്കെ പുറത്ത് വരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ആ ഒരു വിഷയമാണ് അദ്ദേഹത്തിന്റെ ചാനലിൽ കൂടെ അഡ്രസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് സംസാരിക്കാതിരിക്കാമായിരുന്നു, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാന്ന്. ഫാമിലി വ്ലോഗല്ലേ, അത് മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ. ഇതെന്തിനാണ് ഇതിനകത്തോട്ട് കൊണ്ടുവന്നതെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പൊ ഇതുപോലുള്ള ഫാമിലി വ്ലോഗേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇതുപോലുള്ള സാമൂഹിക വിഷയങ്ങൾ കൂടെ ഇടയ്ക്ക് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഫാമിലി വ്ലോഗ്സ് കാണുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ പ്രണവിന്റെയും പ്രവീണിന്റെ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരൊക്കെ അവർക്കും കൂടെ ഒന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ അറിവിലേക്ക് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിത്ത് പോലെ ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് ഫാമിലി വ്ലോഗിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്താൻ സാധിക്കും. എന്തായാലും നല്ലൊരു കാര്യമാണ് പ്രവീൺ ചെയ്തത്. ബാക്കിയും കൂടെ കണ്ടുനോക്കാം. എന്തോ നല്ലത് അങ്ങനെയൊക്കെ ഇനി ബോധമില്ലാതെ ചെയ്യുന്നതാണ്. ഇപ്പൊ തന്നെ ഒരു കൊച്ചിനെ കൊന്നില്ലേ കൂട്ടുകാരന്മാർ ചേർന്നത്. എന്താ കൊലയാന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ന്യൂസ് തുറന്ന യൂട്യൂബ് തുറന്ന ഇപ്പൊ ഒരു കൊച്ചു ചെറുക്കൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനെ കൂട്ടുകാരന്മാർ ഒരു പ്ലാൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആരും
സൗദിയിലെ ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞായിട്ട് ഞാൻ ഒരു ന്യൂസ് ഉണ്ട്, സൗദി അറേബ്യയിലാണെന്ന് തോന്നുന്നു, മയക്കുമരുന്ന് പിടിച്ച് 2 പേരെ പിടിച്ച്, അതിനകത്ത് ഇന്ത്യക്കാരനുണ്ട്, അവരെ കൊന്നല്ലോ. പിന്നെ അടുത്ത വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു നഞ്ചുക്ക് കൊണ്ട് ഒരു വിദ്യാർത്ഥി 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ ഒരു പുള്ളിക്കാരൻ ഈ സഹപാഠികൾ അടിച്ചു കൊന്ന ഒരു വിഷയവും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള സാമൂഹിക സാഹചര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. പ്രവീണിന്റെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് 7 ലക്ഷത്തിന് മേലിൽ ആൾക്കാർ കണ്ട കാര്യം. അപ്പൊ അതിനകത്ത് കുറച്ചു പേരെങ്കിലും ഈ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കേട്ടിട്ട് എന്താ പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ട് ചിലപ്പോ നന്നായാലോ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഒരു ചെറിയ ഇവരെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ വാക്കുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ചിലപ്പോ അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവര് മീൻസ് അങ്ങനെ ചെയ്യാൻ മുൻകൂട്ടി ഇങ്ങനെ ഇവിടെ കൊല്ലണം എന്നും പറഞ്ഞ് നിൽക്കുന്നവര് കൊല്ലാതിരിക്കുമല്ലോ. അപ്പൊ റംസാൻ നോയിമ്പ് പിടിക്കുന്ന ആ ഒരു കാര്യം എന്നും പറഞ്ഞ് തമ്മിലും ടൈറ്റിലും ഒക്കെ കൊടുത്തിട്ടിരിക്കുന്ന അതിനകത്ത് അകത്ത് ചെല്ലുമ്പോഴത്തേക്കും അതിന്റെ എൻഡിലായിട്ട് സാമൂഹിക പ്രതിബദ്ധത നിലനിർത്തുന്ന ഒരു കാര്യമാണ് പ്രവീൺ ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും വിമർശിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ വിമർശിക്കാം, എല്ലാവർക്കും വിമർശിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ആ ഒരു നോമ്പിന്റെ ഒരു വീഡിയോയിൽ ഇതെല്ലാം ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ഇട്ടത് വളരെ നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാമൂഹിക വിഷയങ്ങൾ ആ ഒരു കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട് കേട്ടോ. എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ അകത്തുള്ള കമന്റ് ബോക്സിൽ. അപ്പൊ അതൊരു നല്ല കാര്യമല്ലേ. ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമാണെന്ന് ആ ഒരു ജനത ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള സാമൂഹിക വിപത്തുകളെ തടയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കുട്ടികളാണ് സാമൂഹിക ശത്രുക്കളായിട്ട് മാറാൻ ഏറ്റവും കൂടുതൽ വരുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരിൽ നിന്നാണ് തുടക്കം. അപ്പൊ ബാക്കി കൂടെ കണ്ടോക്കാം. കാരണം ഉപയോഗിക്കുന്നവരെങ്ങനെയായിരിക്കും അറിയാം. മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ എന്തുമാത്രം അങ്ങനത്തെ ഓരോ പിന്നെ കഞ്ചാവിനെ കാട്ടി ഉപരിയുള്ള കാര്യങ്ങൾ ഇപ്പൊ പണ്ട് കഞ്ചാവായിരുന്നു. ഉപയോഗിച്ച് പോയവർക്ക് അത് നിർത്താൻ പറ്റൂല. നിർത്തുമ്പോൾ എന്താ പറയണേ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, മെന്റലി ദേഷ്യങ്ങൾ വരും എന്നൊക്കെ പറയണേ. പക്ഷെ നമ്മുടെ കോളേജിൽ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മദ്യപിക്കുന്ന കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന കൂട്ടുകാരുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ പറയുന്നില്ല. ഈ കുടിക്കാതിരിക്കുന്നത് ഒരു കഴിവുകേടാണ്. അത് ആണുങ്ങളായി കഴിഞ്ഞ് കുടിക്കണം അല്ലെങ്കിൽ വലിക്കാതിരിക്കുന്നത് കഴിവുകേടാണെന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. നമ്മൾ പ്രവീൺ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെജോറിറ്റി ആൾക്കാരും മദ്യത്തിലേക്കും ലഹരി മരുന്നുകളിലേക്കും പോകുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇങ്ങനെ ഒരു കഥ പറയാൻ കാണും. അപ്പൊ ഒരു ഗ്യാങ് ആയിട്ട് വെള്ളം അടിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അന്നേരം അതിനകത്ത് ഒരാള് കഴിക്കുന്നില്ല എന്ന് വിചാരിക്കുക, കഴിക്കുന്നില്ല, ബാക്കി എല്ലാരും വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കൂട്ടുകാരന്മാരൊക്കെ അവനെ നോക്കി കളിയാക്കും. നീയൊക്കെ ഒരു ആണാണോടാ, നിനക്കൊക്കെ ഇതൊക്കെ എന്താണ്, നിനക്ക് ഇത്ര പേടിയാണോ, അങ്ങനെ വന്ന് കൊച്ചാക്കും അവനെ. ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് കഴിക്കടാന്ന് പറഞ്ഞ് അവര് നിർബന്ധിക്കും. പിന്നെ ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും കൂട്ടുകാരുടെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ പോലും അയാൾ കുടിക്കാതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അയാളുടെ ചോയ്സ് ആണത്. അത് വേണമെങ്കിൽ പുള്ളിക്കാരന് കുടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുടിക്കാതിരിക്കാം. അപ്പോ ഒരു തവണ കഴിക്കാമെന്ന് ഓർത്ത് അവനെടുത്ത് വെള്ളം അടിച്ചു കഴിയുമ്പോഴത്തേക്കും കൂട്ടുകാരുടെ ആ ഒരു ഇതിന് വേണ്ടി കഴിച്ചതാണ്. പക്ഷെ പുള്ളിക്കാരന് അതൊരു ലയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ഇതുപോലെ ആൾക്കാർ കൂടുന്ന സമയത്ത് അവൻ വീണ്ടും കുടിക്കും. അപ്പോ ഈ മദ്യം എന്ന് പറയുന്ന മദ്യമായിക്കോട്ടെ വേറുള്ള ലഹരി പദാർത്ഥങ്ങളായിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മാത്രമല്ല അവന്റെ ചുറ്റുപാടുകളെയും കൂടിയാണ് നശിപ്പിക്കുന്നത്. കാര്യം വീട്ടിലുള്ളവരെ, കുടുംബത്തിലെ ഭാര്യ, കുട്ടികൾ, വീട്ടുകാർ കംപ്ലീറ്റ് ആയിട്ടാണ് നശിക്കുന്നത്. അപ്പൊ ആ ഒരാളിൽ നിന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവരും അത് ബാധിക്കും, എല്ലാരെയും അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ കുടിക്കുന്നവര് മാക്സിമം കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കുടിക്കാൻ പോകുന്നവര് ഇനി കുടിക്കല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങളാണ് നശിക്കുന്നത് അവര് കാരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടിക്കുന്ന ആ ഒരു എമൗണ്ട് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു മാസം എത്ര രൂപ ചെലവാകും? ഈ ഒരു കുടി സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരാൾക്ക് ഒരു മാസം എത്ര രൂപ ചെലവാകും? ആ ഒരു അത്രയും അതിന്റെ പകുതി മതി ഒരു കുടുംബം അടിപൊളിയായിട്ട് പോകാൻ വേണ്ടി. ആ ഒരു കാര്യമാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. പിന്നെ ഈ ഒരു കുടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് കടക്കാരനാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ ബാക്കി കൂടെ കണ്ടുനോക്കാം. കുടിക്കുന്ന വെച്ചോ, അപ്പൊ അവനൊരു കഴിവ് കേട്ടവൻ, അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ളത്, കുടിക്കാത്ത അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ചിലപ്പോൾ കുടിക്കാൻ ആഗ്രഹം ഇല്ലെങ്കിൽ പോലും എന്നാ കേൾക്കുമ്പോ അവന്റെ മുമ്പിൽ നാളാവാം എന്ന് വിചാരിച്ച് കുടിക്കുന്നവരുണ്ട്. മനസ്സിലല്ലേ? അങ്ങനെ പിന്നെ ശീലമുണ്ട്. പക്ഷെ വേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട, അതിന് താല്പര്യം 100% ലിറ്ററസി എന്ന് പറഞ്ഞൊരു പഞ്ചാബുകാരെ ഇറക്കി വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഒരു ഇല്ലാത്ത ആൾക്കാരാണെന്ന് വേറൊരു പഞ്ചാബിലുള്ള ഒരു സിംഗൻ ഒരുത്തം പറഞ്ഞപ്പോൾ നമുക്ക് കൊണ്ടു. അപ്പം പക്ഷെ എന്തുകൊണ്ട് നമ്മൾ കൊല്ലംകാരെ പറയും, ഞാൻ കൊല്ലംകാരാണ്, നമ്മൾ അല്ലെങ്കിൽ കണ്ണൂർക്കാരെ പറയും, കോഴിക്കോട്ടുകാരെ പറയും, നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല ജില്ലക്കാരെ പറ്റി കുറ്റം പറയും. തന്നെ കൊല്ലംകാരെ അടി നടന്നോ, അവൻ കൊല്ലംകാരനെ, പപ്പടത്തിന് അടി നടന്നോ, അവൻ കൊല്ലംകാരല്ലേ. കൊല്ലത്തുള്ളവർ നല്ല അടിപൊളി ആൾക്കാരാണ്. ഒന്നോ രണ്ടോ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് കൊല്ലത്തിലുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ. പിന്നെ കണ്ണൂർ പറഞ്ഞ ഉടനെ വിട്ട് കുത്ത് ബോംബെറിയിൽ അങ്ങനെയൊന്നുമല്ല. കണ്ണൂർ നല്ല അടിപൊളി ആൾക്കാർ. കോഴിക്കോട് എന്ന് പറയുമ്പോൾ വേറെ രീതിയിലുള്ള ആൾക്കാർ, ഏറ്റവും നല്ല ആൾക്കാർ കോഴിക്കോട്. ഞാൻ അവിടെ പോയിട്ടുള്ള അവിടെ ഏറ്റവും ആഹാരം കൊടുക്കാൻ സ്നേഹമുള്ളവരും ഏറ്റവും നല്ല അടിപൊളി മനുഷ്യരുള്ള താമസിക്കുന്ന സ്ഥലം കോഴിക്കോട്. പിന്നെ പ്രത്യേക
പ്രത്യേകിച്ച് ഒരു നാടിനെ ഇന്ന കാരണം കൊണ്ട് ആ നാട് മോശമാണ് എന്ന് അതിൽ കുറച്ചു പേര് ചിലപ്പം ഇപ്പൊ എന്റെ നാട് ആലപ്പുഴയാണ്, ആലപ്പുഴയിൽ കുറച്ചു പേര് മദ്യപിക്കും അല്ലെങ്കിൽ ലഹരി പദാർത്ഥത്തിൽ അടിമയാണെന്ന് വിചാരിച്ചിട്ട് ആ ഒരു നാട് കംപ്ലീറ്റ് ആയിരിക്കും ഒരു മോശം പുറത്ത് കേൾക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാര്യം എന്താ വെച്ചാൽ ആ ഒരു നാട്ടിലെ ഒരു 100-ൽ ഒരു 25 പേരായിരിക്കും മോശം, ബാക്കി 75% ആൾക്കാരും അടിപൊളിയായിരിക്കും. പക്ഷെ എന്നാലും ഈ മോശം ഉള്ളത് കൊണ്ട് ബാക്കിയുള്ളവർക്കും കൂടി ആയിരിക്കും അത് ആ ചീത്തപ്പേര് കേൾക്കുന്നത്. അപ്പോ ഈ കോഴിക്കോടുകാരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നി കോഴിക്കോട് തലശ്ശേരി ആ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ സൽക്കാരപ്രിയരാണ് അവര്. നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് തന്ന് സൽക്കരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓരോ നാടിനും ഓരോ ഇതുണ്ട്. ഇപ്പൊ ഈ കണ്ണൂർ എന്ന് പറയുന്ന കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വെട്ടലും കൊല്ലലും അങ്ങനെ ഒരു ഇതാണ് നമ്മൾ കേൾക്കുന്നത്. കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവര് ഭയങ്കര ഇതാണ്, മൊത്തം അടി ഇടി ബഹളം, പിന്നെ വെട്ടലും കുത്തലും ഒക്കെയാണെന്നാണ് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ നല്ല കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കോഴിക്കോട് ആ ഒരു ഏരിയയിലൊക്കെ നല്ല സൽക്കാരം, എല്ലാവരും സ്നേഹം കൂടുതലുള്ള ആൾക്കാർ. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഫുഡ് കഴിപ്പിക്കാനായിട്ടൊക്കെ ഭയങ്കര ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ് അവര്. അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീൺ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതൊരു വസ്തുതയായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഈ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ആ നാടിനെയോ ആ നാട്ടിലെ ആൾക്കാരെയോ മൊത്തം കുറ്റം പറയാതിരിക്കുക. അപ്പൊ എന്തായാലും മാർക്കോ മൂവി ചെയ്യുന്ന ആ നിർമ്മാതാവ് പറയുന്നത് ഇനി ഇങ്ങനെ ഒരു സിനിമ ചെയ്യില്ല എന്നാണ്. എന്തായാലും അത് വളരെ നല്ല കാര്യമാണ്, നല്ല തീരുമാനം തന്നെയാണ്. ഇങ്ങനെയുള്ള മാർക്കോ പോലുള്ള ഒരു ഫിലിം ഇനി അങ്ങനെയുള്ള കുട്ടികളെ വയലൻസ് ആക്കാത്ത ഒരു പടവും റിലീസ് ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം നോർമൽ ആയിട്ടുള്ള കുടുംബപരമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന എന്തോരം ഫിലിം പണ്ടത്തെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. അതുപോലുള്ള ഓരോ നല്ല നല്ല കുടുംബം ഈ ഫാമിലി മൂവീസ് ഒരുപാട് എടുത്തിട്ടുണ്ടല്ലോ. പണ്ടത്തെ ജയറാമിന്റെയും പിന്നെ മമ്മൂട്ടിയുടെ ഒക്കെ ഒത്തിരി നല്ല പടങ്ങളില്ല. അതുപോലത്തെ പടങ്ങൾ വരണം. അന്നൊന്നും ആരും ഇങ്ങനെ പിന്നെ കൊല്ലാനും ചാവാനും ഒന്നും നടന്നിട്ടൊന്നുമില്ല. ആ ഒരു സാഹചര്യം, ആ ഒരു സിറ്റുവേഷൻ തന്നെ നമ്മുടെ ഇനിയും വരണമെന്നാണ്. കാരണം നല്ല രീതിയിലുള്ള പടം റിലീസ് ചെയ്യണമെന്നാണ്. അപ്പൊ എന്തായാലും എനിക്ക് പിന്നെ ഈ പ്രവീണിനെ കുറ്റം പറയുന്നത്, ചിലവര് പ്രവീണിനെ കുറ്റം പറയുന്നത് നീ എന്തുവാടാ, പിന്നെ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് ബാഡായിട്ട് നെഗറ്റീവായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവൻ വെറുതെ പിന്നെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി, അല്ലെ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇവൻ വ്രതം എടുക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നോയമ്പ് പിടിക്കുന്നത് അതാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എന്താണെങ്കിലും പുള്ളിക്കാരൻ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ എല്ലാവരും എടുക്കുക. അപ്പൊ എന്തായാലും എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.